സമാധാന ചർച്ചകൾ നടക്കുന്ന സമയത്ത് വളരെ നിർണായകമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വരികയാണ്. അതായത് യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല, യുദ്ധത്തിൽ ഞങ്ങളാണ് വിജയിച്ചതെന്ന് പറഞ്ഞ ഇറാന്റെ നീക്കമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ നടക്കുമ്പോൾ വളരെ നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കിക്കൊണ്ടുള്ള കടുത്ത നിബന്ധനകളാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ അമേരിക്കയുമായിട്ട് ആണവ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായക നീക്കം. പശ്ചിമേഷ്യയിൽ നിന്ന് വീണ്ടും ആ ഒരു നിർണായക വാർത്ത പുറത്തു വരുന്നത് പലരെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ്. ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ കടുത്ത നിയന്ത്രണങ്ങളുമായിട്ട് ഇറാൻ വരുന്നതോടെ വീണ്ടും വലിയൊരു ഭീതി നിലനിൽക്കുകയാണ്. കാരണം ടോൾ പിരിവ് എന്ന് പറയുന്നത് താങ്ങാവുന്നതിനപ്പുറത്തേക്കാകും എന്നുള്ളൊരു ആശങ്കയാണ് ഈ പറയുന്ന ഈ കപ്പൽ കമ്പനികൾക്കുള്ളത്. ഇനി മുതൽ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ കടന്നു പോകണമെങ്കിൽ തങ്ങളുടെ പ്രത്യേക അനുമതി വാങ്ങണമെന്ന കർശന നിബന്ധനയാണ് ടെഹ്റാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയുമായിട്ട് സ്വിറ്റ്സർലൻഡിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിത നീക്കം അന്താരാഷ്ട്ര സമൂഹത്തെയും കപ്പൽ കമ്പനികളെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്മേൽ തങ്ങളുടെ പൂർണ്ണ മേധാവിത്വം ഉറപ്പിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ഈ കടലിടുക്കിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര കപ്പലുകളും മുൻകൂട്ടി ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് അപേക്ഷ നൽകി അനുമതി വാങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ ഈ കടൽ കടക്കാൻ അല്ലെങ്കിൽ ഈ പാത കടക്കാൻ കഴിയുകയുള്ളൂ. ചരക്ക് കപ്പലുകൾക്ക് പുറമെ വിദേശ യുദ്ധ കപ്പലുകൾക്കും ഈ ഒരു നിബന്ധന ബാധകമാക്കാനാണ് ഇറാന്റെ നീക്കം. ഇത് ഒപ്പുവെക്കാനിരിക്കുന്ന US ഇറാൻ സ്ഥിര സമാധാന കരാറിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമെന്നാണ് സൂചന. എന്തായാലും സ്വിറ്റ്സർലൻഡിൽ US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്ണറുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു കടുത്ത തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ 17 ഒപ്പുവെച്ച് 14 താൽക്കാലിക കരാർ പ്രകാരം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാൻ ഇറാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ തങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധങ്ങൾ അമേരിക്ക പൂർണ്ണമായിട്ട് നീക്കാത്ത പക്ഷം കടലിടുക്കിൽ തങ്ങളുടെ സ്വന്തം നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ നീക്കത്തിലൂടെ ഇറാൻ നൽകുന്നത്. ഇറാന്റെ ഈ ഒരു പുതിയ പ്രഖ്യാപനം ആഗോള വിപണിയിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്ക് കാരണമായേക്കാം എന്നുള്ള ഭീതിയും പരന്നിട്ടുണ്ട്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്കും കടന്നു പോകുന്ന ഈ ഒരു പാതയിൽ അപേക്ഷ നൽകി കാത്തു നിൽക്കേണ്ടി വരുന്നത് ചരക്ക് നീക്കത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. എന്തായാലും ലെബനനിലെ വെടിനിർത്തലിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞു തുടങ്ങിയ എണ്ണവില ഇറാന്റെ കടുത്ത നിലപാട് പുറത്തു വന്നതോടെ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാന്റെ ഈ ഒരു പുതിയ വെല്ലുവിളിയോട് അമേരിക്കയും ഇസ്രയേലും എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര ജലാതിർത്തിയിലെ കപ്പൽ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് അമേരിക്ക ഇതിനെ പറയുന്നതും കാണുന്നതും. പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US നാവികസേന ഇറാന്റെ ഈ ഒരു നീക്കത്തെ പ്രതിനിധീകരിക്കാൻ ശ്രമിച്ചാൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ആണവ ചർച്ചകൾ പൂർണ്ണമായിട്ടും തകരാനും പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനും ഇത് കാരണമാകും. ഇനി ഈ ഒരു സമാധാന കരാർ നടക്കുമ്പോഴും ട്രംപ് പഴയ പോലെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതായത് സമാധാന കരാറിനെ ചൊല്ലി അമേരിക്കയിൽ ആഭ്യന്തര രാഷ്ട്രീയ പോരും മുറുകുകയാണ്. കഴിഞ്ഞ 4 മാസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ കൂടുതൽ ശക്തരായെന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിലാണ് ട്രംപ് മറുപടി നൽകിയിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ട്രംപ് രംഗത്തെത്തിയത്. അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തോട് ഇറാൻ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി എന്നും ഇനി അവർക്ക് സ്വന്തമായിട്ടൊരു വ്യോമസേനയോ നാവികസേനയോ പോലും ഇല്ല എന്ന് അവശേഷിക്കുന്നില്ല എന്നുമാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളെ ഡെമോക്രാറ്റ്സ് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ പ്രസ്താവന പുറത്തുവിട്ടത്. 4 മാസം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത് എന്ന പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ വെറും മണ്ടത്തരമാണെന്ന് ട്രംപ് ആഞ്ഞടിക്കുകയും ചെയ്തു. ഈ സമാധാന ചർച്ചകൾ അമേരിക്കയുടെ പരാജയമല്ലെന്നും മറിച്ച് യുദ്ധം താങ്ങാനാകാതെ ഇറാൻ പൂർണ്ണമായിട്ടും കീഴടങ്ങിയത് കൊണ്ടാണ് അവർ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത് എന്നുമാണ് ട്രംപ്
വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാന്റെ സൈനിക തകർച്ചയുടെ കൃത്യമായിട്ടുള്ള കണക്കുകളും ട്രംപ് ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ നാവികസേന നടത്തിയ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളിൽ ഇറാന്റെ വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ ഉപകരണങ്ങളും പൂർണ്ണമായിട്ട് നശിച്ചു എന്നും പറഞ്ഞു. കൂടാതെ ഇറാന്റെ 44 യുദ്ധക്കപ്പലുകൾ കടലിൽ മുക്കിയതായിട്ടും അവരുടെ പ്രതിരോധ ശേഷിയുടെ 85% തകർത്തതായിട്ടും പെന്റഗൺ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്രയും തകർന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ ചർച്ചയ്ക്ക് വന്നത് എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ സമാധാന ചർച്ചയ്ക്കായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ലായിരുന്നു. ഇറാനാണ് അതിന്റെ ആവശ്യമുണ്ടായിരുന്നത്, കാരണം അവർ പൂർണ്ണമായിട്ടും തകർന്നു. ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി സ്വിറ്റ്സർലൻഡിൽ നിശ്ചയിച്ചിരിക്കുന്ന 60 ദിവസത്തെ ചർച്ചാ കാലാവധിയിൽ ഇറാൻ കൃത്യമായിട്ട് പെരുമാറണമെന്നും അതുവരെ അമേരിക്കയിൽ നിന്ന് അവർക്ക് ഒരു പൈസ പോലും സാമ്പത്തിക സഹായമായിട്ട് നൽകില്ലെന്നും ട്രംപ് കടുത്ത നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ തങ്ങൾ ആരുടെയും നിബന്ധനകൾക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടില്ല എന്നും കടുത്ത അവിശ്വാസത്തോടെ മാത്രമാണ് അമേരിക്കയെ കാണുന്നത് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ചർച്ചകൾ നടക്കുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ അവിടെ വളരെ നിർണായകമാണ്. ഇത്തരം പോരുകൾ വളരെ നിർണായകമാണ്. കാരണം അമേരിക്കയുമായിട്ടുള്ള 14 താൽക്കാലിക കരാറിന് തങ്ങൾ അനുമതി നൽകിയത് ചില വിയോജിപ്പുകളോടെയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളെ തകർക്കാൻ എല്ലാത്തരം സമ്മർദ്ദങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിട്ടും പരാജയപ്പെട്ടപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് ഇറാന്റെ വാദം. അമേരിക്കയുമായിട്ട് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ചർച്ചകൾ നടത്തുന്നു എന്നതിനർത്ഥം ശത്രുവിന്റെ എല്ലാ നിബന്ധനകളും തങ്ങൾ അംഗീകരിക്കും എന്നല്ല എന്നും ഖമീനി തന്റെ അനുയായികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ട്രംപിന്റെ കടുത്ത പ്രസ്താവനകൾ പുറത്തു വരുമ്പോഴും സ്വിറ്റ്സർലൻഡ് ചർച്ചകളിൽ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ വെച്ചാണ് ഇറാന്റെ നീക്കം നടക്കുന്നത്. അമേരിക്കയുടെ വാഗ്ദാന ലംഘനങ്ങളുടെയും മുൻകാല അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ കടുത്ത അവിശ്വാസത്തോടെ മാത്രമായിരിക്കും ഈ ചർച്ചകളെ സമീപിക്കുകയെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി തുറന്നടിച്ചിട്ടുണ്ട്. അമേരിക്കൻ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ള സമയം കൂടിയാണിത് എന്ന് ഇറാൻ നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. ലെബനനിലെ വെടിനിർത്തൽ ലംഘിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചാൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുമെന്ന ശക്തമായിട്ടുള്ള നിബന്ധനയും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു കരാറിന്റെ പ്രധാന മുൻഗണനയാണ് എന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഇറാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പരസ്യമായിട്ട് ഇരു രാജ്യങ്ങളും കൊമ്പ് കോർക്കുമ്പോഴും സ്വിറ്റ്സർലൻഡിലെ ഈ ബർഗസ്റ്റോയിൽ വെച്ച് നടക്കുന്ന ഇരുവിഭാഗത്തിന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായകമായിട്ടുള്ള സാങ്കേതിക തല ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തങ്ങൾക്ക് മേലുള്ള കടുത്ത സാമ്പത്തിക നാവിക ഉപരോധങ്ങൾ പൂർണ്ണമായിട്ട് നീക്കുക, രാജ്യാന്തര എണ്ണ വിപണിയിലേക്ക് തിരികെ വരിക എന്നിവയാണ് ചർച്ചയിൽ ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 60 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ അമേരിക്കയുമായിട്ടൊരു സ്ഥിരമായിട്ടുള്ള ആണവ കരാറിലെത്താൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള സമാധാന കരാറിനോട് സമ്മിശ്ര പ്രതികരണവുമായിട്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വരുന്നുണ്ട്. യുദ്ധഭീതി മാറി മേഖലയിൽ സമാധാനം തിരിച്ചു വരുന്നതിനെ ഭൂരിഭാഗവും അറബ് രാഷ്ട്രങ്ങളും സ്വാഗതം ചെയ്യുമ്പോൾ കടുത്ത ആശങ്കകളുമായിട്ടാണ് ഇസ്രയേലും ചില പ്രാദേശിക ശക്തികളും രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ സമാധാന ഉടമ്പടി പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെയും ഈ ശക്തി സമവാക്യങ്ങളെയും എങ്ങനെ മാറ്റിമറിക്കും എന്നതിനെ കുറിച്ചുള്ള കടുത്ത ചർച്ചകളാണ് ഇപ്പോൾ അറബ് ലോകത്ത് നടക്കുന്നത്. ചുരുക്കത്തിൽ US ഇറാൻ കരാർ പശ്ചിമേഷ്യയെ താൽക്കാലികമായിട്ട് ശാന്തമാക്കിയിട്ടുണ്ട് എങ്കിലും മേഖലയിലെ സമാധാനം ഇപ്പോഴും ഈ കത്തിമുനയിൽ തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങളും ലെബനൻ അതിർത്തിയിലെ ഇസ്രയേലിന്റെ അസംതൃപ്തിയും ഏത് നിമിഷവും കാര്യങ്ങൾ വീണ്ടും വഷളാക്കിയേക്കാം. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന സാങ്കേതിക തല ചർച്ചകളുടെ പുരോഗതി അനുസരിച്ചായിരിക്കും പശ്ചിമേഷ്യയിലെ അറബ് രാഷ്ട്രങ്ങളുടെ അടുത്ത നയതന്ത്ര നീക്കങ്ങൾ രൂപപ്പെടുക. എന്തായാലും ഇപ്പോൾ ഈ സമാധാന ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ വളരെ നിർണായകമായിട്ടുള്ള നീക്കവുമായിട്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ തീരുമാനത്തിലും അവരുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് മുജ്തബ ഖമീനി വ്യക്തമാക്കുമ്പോൾ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ അപേക്ഷ അല്ലെങ്കിൽ തങ്ങളുടെ അനുമതി ഇല്ലാതെ യാതൊരു കപ്പലിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് വീണ്ടും എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കപ്പൽ ആ വഴി അനുമതി തേടാതെ പോയി കഴിഞ്ഞാൽ തങ്ങൾ ആക്രമിക്കും എന്നുള്ള നിലപാട് ഇറാൻ ഘടിപ്പിക്കുകയാണ്. ഇറാൻ ഈ ഒരു ഘടിപ്പിക്കുന്ന കാര്യത്തിന് പിന്നിൽ അമേരിക്കയുടെ ഉപരോധ നീക്കങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റാത്തത് തന്നെയാണ്. അതായത് അമേരിക്ക പൂർണ്ണമായിട്ടും സൈന്യ
സൈന്യത്തെ അവിടെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം നീക്കങ്ങളിലേക്ക് തങ്ങൾ നീങ്ങുമെന്നുള്ള ഒരു വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇനി കപ്പൽ കടക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ടോൾ പിരിവ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷ അല്ലെങ്കിൽ ആ അനുമതി ലഭിക്കുന്നത് വരെ കപ്പൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും ഇനി ഇതിനെതിരെ രംഗത്ത് വരിക, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാകും എന്നത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അമേരിക്ക ഈ ഒരു ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണമായിട്ടും തങ്ങളുടെ ഈ ഉപരോധം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ തങ്ങളുടെ ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു അപേക്ഷ അല്ലെങ്കിൽ അനുമതി നൽകാതെയുള്ള കപ്പലുകൾ കടത്തിവിടുകയുമില്ല. ഏതെങ്കിലും തരത്തിൽ അനുമതിയില്ലാതെ കപ്പലുകൾ പോയി കഴിഞ്ഞാൽ ആക്രമിക്കുകയും ചെയ്യും. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത്.